കുവൈത്തിൽ നിന്ന് ആഘോഷനാളാണ്. കറുത്ത ദിനരാത്രങ്ങളിൽ നിന്ന് മോചിതമായതിന്റെ ആഘോഷം. ദീർഘകാലത്തെ അടക്കിഭരിക്കലിൽ നിന്നും അധിനിവേശത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് മുന്നേറിയതിന്റെ സ്മരണ ദിനം. ദീർഘകാല ബ്രിട്ടീഷ് ഭരണത്തിന്റെയും കറുത്ത ദിവസങ്ങളിലെ ഇറാഖ് അധിനിവേശത്തിന്റെയും ഓർമ്മകൾ മുന്നിലെത്തുന്ന ദിവസം കൂടിയാണിവ. വർഷങ്ങൾക്കിപ്പുറവും നഷ്ടങ്ങൾ നൊമ്പരങ്ങളായും ചെറുത്തുനിൽപ്പുകൾ അഭിമാനമായും ഈ രാജ്യം ഓർത്തുവെക്കുന്നു. കുവൈത്തിന്റെ ദേശീയ വിമോചന ദിനം ഫെബ്രുവരി 25, 26 ദിവസങ്ങളിലാണ്. നീണ്ടകാലത്തെ കോളനി ഭരണത്തിനു ശേഷം 1961 ജൂൺ 19 കുവൈത്ത് ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത്. ഈ ദിനത്തിലാണ് രാജ്യം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചിരുന്നത്. 1964 ആഘോഷം ഫെബ്രുവരി 25 മാറ്റിയത്. രാജ്യത്തിനെ സ്വാതന്ത്ര്യത്തിലേക്ക് വഴി കാണിച്ച ആധുനിക കുവൈത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന 11ാമത് ഭരണാധികാരി അമീർ ഷൈഖ് അബ്ദുള്ള അൽ സാലിം അസബാഹിന്റെ സ്ഥാനാരോഹണം നടന്ന ഫെബ്രുവരി 25 സ്മരണയിലാണ് ഈ ദിവസം ദേശീയ ദിനാഘോഷമായി നിശ്ചയിച്ചത്. പിന്നീട് ശാന്തസുന്ദരമായി മുന്നോട്ടു പോയിരുന്ന കുവൈത്തിന് ഒരിക്കൽ കൂടി അധിനിവേശത്തിന്റെ ഇരുട്ടു ദിനങ്ങളെ നേരിടേണ്ടി വന്നു. 1990 ആഗസ്റ്റിൽ കുവൈത്തിലേക്ക് ഇറാഖ് കടന്നുകയറി കീഴ്പ്പെടുത്തി. രാജ്യത്തിനും ജനങ്ങൾക്കും ദുരിതത്തിന്റെ കറുത്ത ദിനങ്ങൾ സമ്മാനിച്ച ആ ദിവസങ്ങളിൽ നിന്ന് 1991 ഫെബ്രുവരി 26 രാജ്യം മോചനം നേടി. ഇറാഖ് അധിനിവേശത്തിൽ നിന്ന് മോചിതമായതിന്റെ വാർഷികമാണ് വിമോചന ദിനമായി ആഘോഷിക്കുന്നത്. ഇതോടെ ഫെബ്രുവരി 25, 26 തീയതികൾ രാജ്യത്തിന്റെ ദേശീയ ആഘോഷ ദിനങ്ങളായി മാറി. അധിനിവേശ ശക്തികളെ കുടഞ്ഞെറിഞ്ഞ കുവൈത്ത് ത്വരിതവേഗത്തിലാണ് ലോകരാജ്യങ്ങളിൽ ശ്രദ്ധേയമായ ഇടം നേടിയെടുത്തത്. എണ്ണ പണത്തിന്റെ കരുത്തിൽ ആഗോളതലത്തിൽ മുൻനിരയിലുള്ള സാമ്പത്തിക രാജ്യങ്ങളിൽ ഒന്നായി കുവൈത്ത് ഉയർന്നു. ഇന്ന് സഹായ സന്നദ്ധയും മാനുഷിക പ്രവർത്തനങ്ങൾ കൊണ്ടും ലോകത്തെ ആകമാനവും ഈ കൊച്ചു രാജ്യം ചേർത്തു പിടിക്കുന്നു.